ನೀವು ചെയ്യരുത്. പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ വോട്ടിന് കോഴയാരോപണം. വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്, തുക കൈപ്പറ്റിയെന്ന വയോധികയുടെ വാദം തള്ളി കുടുംബം. ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദൃശ്യങ്ങളിലുള്ള സ്ത്രീയെ അറിയില്ലെന്നും അവർ തന്റെ കാറിൽ കയറിയിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. പിന്തുടർന്ന് വന്ന കാറിലിരുന്ന ആൾ ലൈംഗികാധിക്ഷേപ ചേഷ്ട കാണിച്ചെന്നും ആരോപണം. ഈ സ്ത്രീ ആരാണ്? കൂടെ ഇല്ലല്ലോ. ഞാനും പ്രമിള ആ സ്ത്രീ എന്തുകൊണ്ടാ കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് ബിജെപിയുടെ കൂടെയാണ് അവർ. എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? കേരളം ആര് ഭരിക്കണമെന്ന് വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വിധി നിർണ്ണയിക്കുന്നത് 2,72,00,000 വോട്ടർമാർ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിൽ. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ആളിക്കത്തി ഡാം വിവാദം. പ്രളയത്തിന് മുന്നോടിയായി തോട്ടപ്പള്ളിയിൽ നിന്ന് വേഗത്തിൽ മണൽ നീക്കാനുള്ള ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ. എല്ലാ സമയവും മണലായിരുന്നു സർക്കാരിന് പ്രധാനമെന്നും കുഴൽനാടൻ. കോൺഗ്രസിന്റേത് നനഞ്ഞ പടക്കമെന്ന് മാത്യു ടി തോമസ്. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച US-ഉം ഇറാനും. നടപടി ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ ഉറപ്പു നൽകിയതോടെ US വിജയിച്ചെന്ന് ട്രംപ്. തങ്ങളുടെ വിരലുകൾ കാഞ്ചിയിൽ തന്നെയുണ്ടെന്ന് മുജ്തബ ഖമനേയുടെ മുന്നറിയിപ്പ്. ചാന്ദ്രദൌത്യം പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികരുടെ സംഘം ഭൂമിയിലേക്ക്. ഏപ്രിൽ 11 പുലർച്ചെയോടെ പേടകം തിരിച്ചെത്തും. മടക്കയാത്ര സുഗമമെന്ന് നാസ. ബഹിരാകാശത്തു നിന്നുള്ള വിസ്മയ ചിത്രങ്ങൾ പകർത്തി ദൌത്യ സംഘം.